സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ 4 സീക്രട്ട് ട്രിക്സിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് എടുത്തിട്ട് കുറേ വായിക്കാനുണ്ടാവും. അപ്പോൾ നമുക്കത് വായിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ അത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് പറയുക, റീഡ് ദിസ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. റീഡ് ദിസ്. അപ്പോൾ അതങ്ങനെ ഈ കമാൻഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. Russia bombs Ukraine theater housing, more than 1,010 facts. Edited by Arun Nair. The US has announced $1 billion in new security help in the അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ന്യൂസ് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ. പിന്നെ അപ്പോൾ അടുത്തൊരു സീക്രട്ട് ട്രിക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കണം, ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഏതാണ് പാട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ആൻഡ്രോയിഡിൽ ഒരു ചെറിയൊരു സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോം സ്ക്രീനിൽ ഒരു ലോങ് പ്രസ് കൊടുക്കുക. ലോങ് പ്രസ് കൊടുത്തിട്ട് നമ്മൾ വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെർച്ച് കൊടുക്കുക. SEARCH സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും ഗൂഗിൾ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാണും. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പാട്ട് വയ്ക്കാൻ പോവാണ്. ഇത് ഓണാക്കുക. ആ പാട്ട് കണ്ടുപിടിച്ചു, കണ്ടില്ലേ? ഇതുമാതിരി നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു 1 ക്ലിക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് പാട്ടാണ് അവിടെ പാടുന്നതെന്ന്. ഇപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു മ്യൂസിക് വീഡിയോ ഫയൽ ഉണ്ട്. അത് നമുക്ക് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ഒരു ഓഡിയോ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വേറെ ഏതെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ആൻഡ്രോയിഡിൽ തന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഫയൽ മാനേജറിൽ പോവുക. ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വീഡിയോ ഫോർ എക്സാമ്പിൾ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വീഡിയോ ഫയലാണ്. അപ്പോൾ ഈ വീഡിയോ ഫയൽ നമ്മൾ എങ്ങനെയാണ് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് റീനെയിം കൊടുക്കുമ്പോൾ അവിടെ MP4 ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതപ്പോൾ വീഡിയോ ഫയലിൽ നിന്ന് പോയി ഇപ്പോൾ ഇനി ഓഡിയോ ഫയലിലാവും കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇത് ഓഡിയോ ഫയൽ കിടക്കേണ്ടത്, ഇതിപ്പോൾ ഓഡിയോ ഫയലായി മാറി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാലാമത്തെ ട്രിക്ക് പറയാൻ പോകുന്നത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു ട്രിക്കാണ്. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ ആർക്കെങ്കിലും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് യൂട്യൂബ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? ആൾ നമ്മുടെ ഗാലറി ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കും, ചിലപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ മിസ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് സെർച്ചിൽ പോയിട്ട് പിൻ വിൻഡോസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ വിൻഡോസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിൻ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അടിയിലുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൺ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ആസ്ക് ഫോർ പിൻ ബിഫോർ അൺപിന്നിങ് ഉണ്ടാവും. അത് രണ്ടും ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റീസെൻ്റ് ആപ്സ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂട്യൂബിൻ്റെ ഐക്കൺ കാണാനുണ്ടല്ലോ, അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻ ദിസ് ആപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ പിൻ ദിസ് ആപ്പ് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ നമുക്ക് ബാക്ക് പോകാൻ പറ്റില്ല, റീസെൻ്റ് ആപ്സിൽ പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോട്ടിഫിക്കേഷൻ പാനൽ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റീസെൻ്റ് ആപ്സും ബാക്ക് ബട്ടണും കൂടി ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അൺപിന്നായി. ഇനി നമ്മുടെ പാസ്വേഡ് വയ്ക്കുമ്പോൾ നമ്മൾ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻ്റ് അടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോൺ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 4 ട്രിക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.